നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ സ്റ്റേജ് 2ൻ്റെ പരീക്ഷയുടെ ആൻസർ കീ ഞാൻ തയ്യാറാക്കിയ ആൻസർ കീ ആണ് നോക്കുന്നത്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ കമൻസിലിടുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? അത് ഉത്തരം എ ആണ്, 1ഉം 2ഉം. ഇനി 2, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു ബി ആണ്. 3, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോസായി സി ആണ്. 4, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെയാണ്? അത് ലൈബീരിയ ബി ആണ്. 5, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഗാന്ധി ബി ആണ്. 6, 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? വാണ്ടർ ഗോഹൻ എ ആണ്. 7, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഡി ആണ്. മുകളിലുള്ളതെല്ലാം തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. 8, ചേരുംപടി ചേർക്കുക. അതിന് 1 സി ആണ്, 2 ഡി, 3 എ, 4 ബി. അപ്പോൾ ബി ആണ് ആൻസർ ആയിട്ട് വരിക. 9, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹ ബി ആണ്. 10, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അത് 2ഉം 4ഉം ആണ്. അപ്പോൾ ബി ആണ് വരിക. 11, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ഏതാണ് ശരി? അപ്പോൾ ഈ പറഞ്ഞ 4ഉം ശരിയെന്ന് തന്നെയാണ് ഇത്. അപ്പോൾ ഡി ആണ് വരിക. 12, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എ ആണ്, പ്ലാങ്ക്ടോൺ, എരാസൽ, ക്ലോഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം. എ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. എ ആണ് ഉത്തരം. 14, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ബി ആണ്, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീരസമതലങ്ങളും. 15, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ബി ആണ്. 16, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഡി ആണ്, വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ. 17, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് 5.9%. എ ആണ്. 18, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉം ആണ്. എ ആണ്. 19, GSTയെ കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതാണ് തെറ്റ്? അപ്പോൾ തെറ്റ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പോൾ ബി ആണ്. 20, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി? അപ്പോൾ ശരി എന്ന് പറയണത് 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡി ആണ്. ഇനി അടുത്തത് 21, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? സി ആണ്, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഇനി 22, ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സേവനങ്ങളുടെ ഇലക്ട്രോണിക്സ് ഡെലിവറി ബി ആണ്. ഇനി 23, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? അത് ഡി ആണ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാന്നുള്ളത്. ഡി ആണ്. 24, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011. ബി ആണ്. 25, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് 1971. ബി ആണ്. 26, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻ ലിസ്റ്റിലുള്ളത്? ഡി ആണ്, സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. 27, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? സി ആണ്, പൗരത്വം. 28, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? എ ആണ്, ആർട്ടിക്കിൾ 14. 29, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? അത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സി ആണ്. 30, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? സി ആണ്, കേന്ദ്ര സർക്കാരിൽ
ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 31 ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം നമ്പൂതിരി ഡി ആണ്. 32 പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ബി ആണ്. 33 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? മിലാനും കോർട്ടിന ഡി ആംബസോയും സി ആണ്. 34 ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹ്യമതിലുള്ള ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. അത് ഗീതാഞ്ജലി സി ആണ്. 36 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ ബി ആണ്. 37 ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ ഡി ആണ്. 39 ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി സി ആണ്. 39 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. 40 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? എ ആണ് ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മ. 41 ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ വാൻ എന്ന് വിളിക്കുന്നു? സി ആണ്. 42 IT ആക്ട് നിലവിൽ വന്ന വർഷം? ഡി 2000. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? വേർഡ് പ്രോസസ്സർ എ ആണ്. 44 താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഡി ആണ് സ്കാനർ. 45 ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ ബി ആണ്. 46 സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം അണുസംയോജനം അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഡി ആണ്. 47 COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായ് UAE ഡി ആണ്. 48 ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം കണികാ ഭൗതിക ഗവേഷണം സി ആണ്. 49 സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ് ബി ആണ്. 50 ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ കോശശ്വസനം സെല്ലുലാർ റെസ്പിറേഷൻ ബി ആണ്. 51 അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45 അങ്ങനെ നമ്മൾ ആ സീരീസ് നോക്കുമ്പോൾ 184 ബി ആണ് വരിക. 52 ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം D = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ D20 വരും. 53 PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാർജറ്റ് വരയ്ക്കുക പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എസിൽ P ടാൻജന്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ 48 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ PQR 42 ഡിഗ്രി ബി ആണ്. ടാൻജന്റ് എന്ന് പറയുന്നത് സ്പർശരേഖ. ഇനി 54 ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് CHR BH OKH MD ആണ്. ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ? അപ്പോൾ ഇവിടെ സി ആണ് വരിക. ഇനി 55 ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നീസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നീസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? പേരക്കുട്ടി ബി ആണ്. 56 ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ട്? അപ്പോൾ രണ്ടറ്റത്തു നിന്നും 17 ആവുമ്പോൾ വരുന്നത് 33 ബി ആണ് വരിക. 57 കാട് ഇസ്റ്റു മൃഗശാല. അപ്പോൾ കടൽ ഇസ്റ്റു അക്വേറിയം എ ആണ് വരിക. 58 5, 10, 26, 50 ഡാഷ് 122 അത് കഴിഞ്ഞിട്ട് 170 ആ ശ്രേണിയിൽ. ഇനി 59 237 ഹരണം ഡാഷ് = 23,700. അപ്പോൾ 0.01 വരിക. അപ്പോൾ ദശാംശം കഴിഞ്ഞ് 2 അക്കം ഉണ്ട്. അപ്പോൾ താഴെ ഹരണം എന്ന് പറയുമ്പോൾ താഴെ 0.01 വന്നാലാണ് മുകളിൽ നമ്മൾ ആ ദശാംശം കഴിഞ്ഞ് 2 പൂജ്യമുള്ളാക്കാം 100 കൊണ്ട്. അപ്പോൾ 0.01 വരിക. 60 താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? അതിവിടെ 9ൻ്റെ ഗുണിതം അവസാനത്തെ 2 അക്കം വരുന്നത് 54,418 സി ആണ്. ഇനി 61 7x+2 7x+2 = 49 - 2x - 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം ചെയ്തു വരുമ്പോൾ ബി കിട്ടും 8/3. ഇനി 62 രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ 8/15 വരും സി.
63 രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ 24C ആണ്. 64 തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ ആ 4-ൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ 241B ആണ്. 65 എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കണമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി 16 ദിവസം കൊണ്ട് ഡി ആണ് പൂർത്തിയാക്കുക. 66 ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? അത് 155 വരും സി. 2:11 അപ്പോൾ 3:30 വരും. 68 ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഉത്തരം സി, ഞായർ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന 69-ാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? അത് നമ്മൾ ആ ഓരോ ഇത് അനലൈസ് ചെയ്താൽ 12 ത്രികോണങ്ങൾ കിട്ടും. ഡി ആണ്. 70 ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? അത് നിങ്ങൾ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ വരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ഡി ആണ് കിട്ടുക. ഇനി 71 ഇംഗ്ലീഷാണ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഇമാസിയേഷൻ. അതിൻ്റെ ഇൻവിഗറേഷൻ എ ആണ്. ഇനി 72 ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലേർഡ് ഇസ് ടു കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇതിൽ മഡിൽ ഇസ് ടു അൺക്ലിയർ. ഡി ആണ്. 73 എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ് നിംബസ്. ബി ആണ്. 74 ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് ഡി ആണ്. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. 75 ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ഐ ആം ഗോയിങ്. ബി ആണ് ഇവർ. 76 വി മെറ്റ് ഹെർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. ബി ആണ് വരിക. 77 ദ ഗസ് അഡ്മയർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിങ്സ് സീം ടു ഹാവ് ഡിസ്ലൈക്ഡ്. സി ആണ് വരിക. ഇനി 78 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഡി ഇതിൽ തന്നേക്കണതിൽ ഡി ആണ്. ഐ തിങ്ക് ഹിം എ സില്ലി ബോയ്. ഇനി 79 ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. എ ആണ്. 80 സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസാസ്റ്റർഫുൾ ഫ്രം ദ ഫോളോയിങ്. അൺപ്ലസൻറ്റ്. ബി ആണ്. 81 വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. സി ആണ്. 82 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ തന്നിരിക്കുന്നതിൽ അക്വൈൻറ്റൻസ്. സി ആണ്. 83 ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ. ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ ആദ്യം ക്യൂ ആണ്. അതായത് വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിങ് ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ് ഹൂ ഈസ് നൗ ഇംപോറിഷ്ഡ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രോഡ്. അത് ഡി ആണ്. QPRS. ഡി ആണ് വരിക. 84 ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് അഫക്റ്റ് ദ ഫിസിക്കൽ. അപ്പോൾ സി ആണ്. ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. സി ആണ്. 85 ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. റെസ്പെക്റ്റ്. എ ആണ് വരിക. 86 ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. സി ആണ് വരിക. 87 ഷീ അഗ്രി വിത്ത് വാട്ട് എവർ കണ്ടീഷൻസ് വെർ പുട്ട് ബിഫോർ ഹെർ. ബി ആണ്. 88 ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദ. അവിടെ വരുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഡോമിനൻ്റ് ആണ് ആദ്യം വരിക. അപ്പോൾ ഡി ആണ്. 89 വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ. ഈസ് ആണ് വരിക. അത് ഒരു സിംഗുലാറാണ് വരിക. അപ്പോൾ ഈസ് വരും. 90 നോ സൂണർ ഹാഡ് ഷീ എൻറ്റേർഡ് ദ റൂം ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. ഡി ആണ് 90-ന്. 91 ഇനി മലയാളമാണ്. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. അത് എ ആണ്. നമ്മുടെ ഭാഗത്തുനിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. 92 തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ബി മധുപമാണ്. 93 മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം പീതാംബരൻ. ബി ആണ്. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം ഇവിടെ ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം അതെല്ലാം ശരിയാണ്. അപ്പോൾ ഡി ആണ്.
95 പിരിച്ചെഴുതുക. കാട്ടിനേൻ, കാട്ടി പ്ലസ് ഏൻ, എ ആണ് വരിക. 96 തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ എ ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം, എ ആണ് വരിക. 97 ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അരോഗ ശരീരം ബി ആണെന്നാണ് മനസ്സിലാവുന്നത്. 98 പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ പോട്ടവൻ, പോട്ടയവൻ. അപ്പോൾ അത് രണ്ടും ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സി ആണ് അങ്ങനെയാണെങ്കിൽ വരിക. 99 കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? അത് എ ആണ്. കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. എ ആണ് കൂടുതൽ യോജിക്കുക. ഇനി 100 എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി എന്നുള്ളതിൻ്റെ എതിർലിംഗം ഇതിൽ വരുന്നത് ബി ചെട്ട എന്നാണ് മനസ്സിലാവണത്. അപ്പോൾ ഇത്രയാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് 2ൻ്റെ ആൻസർ കീ ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നമ്മൾ ആ കമൻസിലിടുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.